നമുക്ക് ഇന്നൊരു ബാഗ് ചെയ്താലോ? ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈൻ കളറാണ് കേട്ടോ യൂസ് ചെയ്തത്. കസ്റ്റമർ റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ മെഷി ടൈപ്പ് ബാഗാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ വൈൻ കളറിൻ്റെ 2 സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. കോട്ടൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ അത്ര തിക്നെസ് വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 2 എണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 2 എണ്ണം കൂടി ജോയിൻ ചെയ്തിട്ട് 4.5 mm ഹുക്ക് സൈസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ബാഗ് ചെയ്യുന്നത്. ഇപ്പോൾ മെഷി ബാഗിന് അവർ തന്ന സൈസ് 14 ടു 12 ഇഞ്ചാണ് കേട്ടോ. ഒന്നെങ്കിൽ 14 ഇഞ്ച് ലെങ്ത്തും 12 ഇഞ്ച് ബ്രെഡ്ത്തും എന്നുള്ള രീതിയിൽ. പക്ഷേ മെഷർമെൻ്റ് എടുത്ത് ചെയ്തിട്ട് അവസാനം വന്നത് ഒരു സഞ്ചി പോലാണ്. അങ്ങനെ പിന്നെ കസ്റ്റമറിന് ഫോട്ടോ അയച്ചപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ വേറെ ബേസ് അത് വെച്ചിട്ട് തന്നെ ചെയ്തു കേട്ടോ. ബാക്കിയുള്ള യാണ് ഫുള്ള് ഫിനിഷ് ചെയ്തപ്പോൾ പിന്നെ ഈ ബാഗ് ഞാൻ ഊരിയിട്ട് ബാക്കി പ്രൊജക്റ്റ് ചെയ്യാണ്. നമ്മൾ എപ്പോഴും നമ്മളിപ്പോൾ എത്ര ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകൾ ആർക്കായാലും പറ്റാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ബാഗിന് വിടുത്ത് ആകെ 12 ഇഞ്ചാണ് കേട്ടോ വന്നത്. ലെങ്ത്ത് പക്ഷെ വന്നു, പക്ഷെ എന്നാലും അതിനൊരു ഭംഗി അവർ ആ അയച്ച ഫോട്ടോൻ്റെ സെയിം രീതിയിൽ വന്നിട്ടില്ല. അതപ്പോൾ ഓൾമോസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഹാങ് യാണാണ് കേട്ടോ എടുത്തത്. നമ്മളുടെ മാജിക് നീഡിൽസിലെ കോട്ടൺ 4 പ്ലൈ. അപ്പോൾ ഈ കോട്ടൺ 4 പ്ലൈ വെച്ചിട്ട് നമുക്ക് എല്ലാ വർക്കും ചെയ്യാം കേട്ടോ. അത് ഒരു ക്രോഷേ ക്രിയേറ്ററിൻ്റെ ഇഷ്ടമാണ് യാണ് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് ബാഗിൻ്റെ തിക്നെസ്സിന് വേണ്ടിയിട്ട് 2 സ്റ്റാൻഡൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. പക്ഷേ വർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കവിത പോൽ